ഹലോ ഹായ് ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ നേരം പോക്കിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നും നമ്മൾ വെറൈറ്റിയും കൊണ്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ വെറൈറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ നമ്മൾ കുറച്ച് ഷവായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷവായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് വന്ന ഷവായി ചിക്കൻ വെച്ചിട്ട് അതിന്റെ പീസ് വെച്ചിട്ട് ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ തോരൻ. ഒരു അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. പിന്നെ പറയണല്ലോ, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ അതുപോലെ ഒരു ഇടത്തരം ചെറിയ ഉള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 2 പീസ് ഇഞ്ചി, ഒരു സ്പൂണിൽ കുരുമുളക്, പിന്നെ ഒരു ഇത്തിരി ഗരം മസാല, അതായത് നമ്മുടെ ഗരം മസാല, ജീരകം, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇടിക്കല്ല് വെച്ചിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി രണ്ടായിട്ട് പൊട്ടി വരാനേ പാടുള്ളൂ. നമുക്ക് ഒരുപാട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ ഒരു ടേസ്റ്റ് വേണം വരാൻ. അപ്പോൾ ഇത് ഞാൻ ചതച്ച് കഴിഞ്ഞപ്പം നമ്മൾ നല്ല വെറ്റിലയും പാക്കൊക്കെ മുറുക്കില്ലേ, ആ ഒരു മണമായിരുന്നു കേട്ടോ. അടിപൊളി മണമായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങ വേണം, പിന്നെ ഒരു വലിയ സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ, ഷവായി ചിക്കൻ, അത് ഈ ഒരു പീസാണ് കേട്ടോ. ഇത് നല്ല മീറ്റൊക്കെ ഉള്ള നല്ലൊരു പീസാണിത്. ഇതിൽ ബോൺസ് കുറവായിരുന്നു, വലിയ ബോൺസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വേർപ്പെടുത്തണമല്ലോ. നല്ല നമ്മൾ നീളത്തിൽ അരിയുന്ന പോലെയൊക്കെ ആക്കി കട്ട് ചെയ്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ചോപ്പ് ചെയ്ത് നമ്മളിതിൽ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു ബോള് നിറയെ കിട്ടി കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മതി. അപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറവായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നല്ലൊരു ഷവായി ചിക്കൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി വാങ്ങിച്ചപ്പോൾ ഇപ്പോൾ രാവിലെ ആയി. അപ്പോൾ ഒരുപാട് സമയം രാവിലെ നമ്മൾ എടുത്തു കേട്ടോ. ഒരുപാട് ദിവസം ഒന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാക്സിമം ഇങ്ങനെ വാങ്ങിക്കുന്നൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല, കാരണം നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് രാത്രിയിൽ ചൂടാറിയിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചത്. പിന്നെ രാവിലെ നമ്മൾ എടുത്തല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇതൊരു തോരനാക്കാമെന്ന് വെച്ചു. അപ്പം നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം ആളായിട്ടുള്ള കുഞ്ഞ് ചീനിച്ചട്ടി. ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടമായിട്ടൊരു ചീനിച്ചട്ടിയാണ്. നല്ല ഒതുക്കമുള്ളതാണ്, പിന്നെ ഇത്തിരി പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിക്കൊന്നും പിടിക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വരട്ടിയെടുക്കാനൊക്കെ എളുപ്പമാണ്. നമുക്കൊരു കൈവാക്കിന് കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഈ വീട്ടിലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചീനിച്ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ നമ്മൾ ഒരു 1-1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു കൂട്ടില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ടു. പിന്നെ ഒന്ന് വരട്ടി കൊടുത്തു. ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കിന് ആ ഒരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി എടുക്കുകയാണ്. പിന്നെ ഒരുപാടാവണം, നമുക്കൊരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരണമല്ലോ, അതുപോലത്തെ രീതിയിലാക്കിയാൽ മതി കേട്ടോ. ഒത്തിരി ആയിട്ടൊന്നും വരട്ടി എടുക്കുകയൊന്നും വേണ്ട. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര മതി കേട്ടോ. പിന്നെ നമ്മൾ മസാലയ്ക്കും മസാല പൗഡർ, പിന്നെ കുരുമുളക് പൊടി, ഇതിനൊക്കെ പകരമായിട്ട് നമ്മൾ അത് തന്നെ നല്ല പച്ചക്കിട്ട് നമ്മൾ ചതച്ചിതിൽ ചേർത്ത്. അപ്പോൾ അതിൻ്റെ മണമൊക്കെ ഇതിൽ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ ഇനിയൊന്നും ആഡ് ചെയ്യും ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവപ്പ് മാറുന്ന വരെ നമുക്കൊന്ന് വരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഇതിൽ എല്ലാം യോജിപ്പിച്ച് ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയും കൂടി ഇടുമ്പോൾ ശരിക്കും ഇവൻ്റെ ലെവല് മാറുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ചിക്കി എടുക്കുക, ഒന്ന് നമ്മൾ തോർത്തെടുക്കാന്നല്ലേ, തോരൻ പോലെയൊക്കെ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമുക്ക് വേറെ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്ന കാര്യം പറയാനായിട്ട് മറന്നു. അപ്പോൾ ഉപ്പ് എന്തായാലും എല്ലാവരും ആഡ് ചെയ്യുമല്ലോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഫ്രിഡ്ജിലിരുന്ന് ഉറങ്ങി തൂങ്ങിയ വെയിലൊക്കെ
ഒക്കെ അല്ലേ ഗൈസ്. അപ്പോൾ ഉറങ്ങി തൂങ്ങിയാൽ കുറച്ച് ഇത്തിരി മല്ലിയില കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ ഒരു ഗാർണിഷിങ്ങിന് ഒരു പേരിന് മല്ലിയില ഇല്ലാതെ നമ്മളൊരു ചിക്കൻ കറി അല്ലെങ്കിൽ ഇല്ലല്ലോ, ഒരു ചിക്കൻ്റെ ഐറ്റം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പേരിനൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അടിപൊളി സാധനമാണ്. ഷവായി ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ചിക്കൻ തോരൻ ഉണ്ടാക്കി. ഇനി വീട്ടിലെ ഷവായി ചിക്കനൊക്കെ ബാലൻസ് ഒക്കെ വന്നാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് വേസ്റ്റ് ആയി കളയൊന്നും വേണ്ട. നമ്മൾ മറ്റ് സാധനങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കരുത്. അപ്പോൾ മാക്സിമം അത് എങ്ങനെ നമ്മൾ വേറൊരു ഐറ്റം ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാം എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വെറൈറ്റി കുക്കിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമൃത്സരം കൊടുത്തപ്പോൾ അമൃത്സരം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ എന്താണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കമന്റ്സ് മസ്റ്റ് ആണ് ഗൈസ്. നിങ്ങളിപ്പോൾ കമന്റ്സ് ഇടാൻ ഭയങ്കര മടിയാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. നിങ്ങൾ കമന്റ്സ് ഒക്കെ പോരട്ടെ. നിങ്ങളുടെ റെസ്പോൺസ് ഇല്ല നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് ഓരോ കമന്റ്സ് കാണുമ്പോൾ. ശരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു ഇമോജി ആണെങ്കിലും നമുക്ക് അത്ര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും കൂടെ വേണം കേട്ടോ. എങ്കിലല്ലേ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പുതിയ പുതിയ വെറൈറ്റി ആയിട്ടൊക്കെ വരാൻ പറ്റൂ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ. ടാറ്റാ ബൈ ബൈ.